മാതൃഭാഷക്കാർ. നമ്മൾ നമ്മുടെ അമ്മയുടെ മുഖത്ത് നോക്കി കേട്ട് പഠിക്കുന്ന ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ. അപ്പോൾ ആ മാതൃഭാഷയ്ക്ക് അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യമുണ്ട്. നമ്മൾ നമ്മുടെ ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്, അല്ലേ? അതുപോലെ തന്നെ നാം ചിന്തിക്കുന്നതും നാം സ്വപ്നം കാണുന്നതും നെഞ്ചോട് ചേർക്കണം. നിങ്ങളെല്ലാവരും നമ്മുടെ ഭാഷയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള നിങ്ങളുടെ സ്വന്തം മാഗസിൻ. നമ്മൾ ഈ അടുത്ത് നമ്മുടെ 4 ക്ലാസ്സിൻ്റെയും ഒരു മാഗസിൻ തയ്യാറാക്കി, അല്ലേ? 4 ക്ലാസ്സിനും മഴ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഒരു മാഗസിൻ തയ്യാറാക്കി. നമ്മുടെ ക്യാമ്പസിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ അഭിമാനം കൊള്ളുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈ മാതൃഭാഷ കാണിച്ചു കൊടുക്കും. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും തളരാതെ നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പുതിയ കമ്മിറ്റിയെ, അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ, രക്ഷിതാക്കളെ, ഇത് ഇത്രയും ഭംഗിയായിട്ട് ഈ കണ്ട എല്ലാ കയ്യെഴുത്ത് മാഗസിനുകളും ചെയ്തു തീർത്ത നിങ്ങൾ കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി പുസ്തക പ്രകാശനം, മാഗസിൻ പ്രകാശനം, ഈ മലയാള ഭാഷാ ദിനം, ലോക മാതൃഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വാക്കാണ്. അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്തായി? ഒരു വാചകമായി, അല്ലേ? ആ എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരമാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു വാക്കാണ്. അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വാചകമായി. അപ്പോൾ ഒരു അക്ഷരം എങ്ങനെയാണ് ഒരു വാക്കാവുന്നത്? ഒരു വാക്ക് എങ്ങനെയാണ് ഒരു വാചകമാവുന്നത്? ഒരു വാചകം എങ്ങനെയാണ് വല്ലാത്ത ഒരു അനുഭൂതിയാവുന്നത്, വികാരമാവുന്നത് എന്ന് നിങ്ങൾ പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അക്ഷരങ്ങളെ, വാക്കുകളെ, വാചകങ്ങളെ കൂട്ടിവെച്ചുകൊണ്ട് കഥ എഴുതണം, കവിത എഴുതണം. അങ്ങനെ എഴുതുമ്പോഴാണ് ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ മലയാളത്തിലാണ് എന്ന വളരെ ഗംഭീരം സ്വീകരിക്കണം. അപ്പോൾ ഈ സ്വീകരിക്കുന്ന എല്ലാ ഭാഷയിലൂടെയും എല്ലാ മലയാളത്തിൻ്റെ പദങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തോട് ചേർത്ത് വെക്കണം. നമ്മളിപ്പോൾ ഒരുപാട് മറ്റ് ഭാഷകൾ വന്നിട്ട് നമ്മുടെ ഭാഷയുടെ ഇടയിൽ കയറില്ലേ? അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരുപാട് പദസമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പ് നമ്മൾ അമ്മ, ഉമ്മ, അല്ലേ, ഉമ്മച്ചി, വാപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നില്ല. ഇപ്പം എന്താ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഉറക്കെ കവിത ചൊല്ലണം, അതിങ്ങനെ പ്രതിധ്വനിക്കണം, അല്ലേ? വലിയ ഒച്ചയായിട്ട് മാറണം. അതുകൊണ്ട് ഞാൻ വായിക്കാം. കവിതയുടെ പേര് എന്താ? കൊല്ലരുതേ. എന്താണ് കവിതയുടെ പേര്? കവിതയുടെ പേര് കൊല്ലരുതേ ആരും, കൊല്ലരുതേ ആരും, തമ്മിൽ തമ്മിൽ തല്ലിച്ചാവരുതേ ആരും, കൊല്ലരുതേ ആരും, തമ്മിൽ തമ്മിൽ തല്ലിച്ചാവരുതേ ആരും. ഈ വെയിലും മഴയും മഞ്ഞും നിലാവും പൂവും പറവകളും കാണാനുള്ളൊരു ജന്മത്തെ തീർക്കരുതേ ആരും, വെറുതെ തീർക്കരുതേ ആരും, തീർക്കരുതേ ആരും, വെറുതെ തീർക്കരുതേ ആരും. ഓണം, ക്രിസ്മസ്, പെരുന്നാളും കാവിലെ വേലയും നേർച്ചകളും ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം, താങ്ങായി തണലായി നിന്നിടാം. വെയിലിൽ പോകും ഒരാളെ കുടയിൽ ചേർത്തു നടത്തിയിടാം,
വഴിയിൽ വീണു കിടക്കും മുള്ളിനെ എതയിൽ തിരികെ വച്ചിടാം. വഴിയിൽ വീണു കിടക്കും മുള്ളിനെ എതയിൽ തിരികെ വച്ചിടാം. തിന്നുമൊരപ്പ കഷ്ണം പാതി അരികിലെ സോദരനായി മടിയില്ലാതെ കൊടുത്തിടാം. ചേർത്തു പിടിച്ചിടാം. തിന്നുമൊരപ്പ കഷ്ണം പാതി അരികിലെ സോദരനായി മടിയില്ലാതെ കൊടുത്തിടാം. ചേർത്തു പിടിച്ചിടാം. കൊല്ലരുതേ ആരും തമ്മിൽ തമ്മിൽ തല്ലിച്ചാവരുതേ ആരും. കൊല്ലരുതേ ആരും തമ്മിൽ തമ്മിൽ തല്ലിച്ചാവരുതേ ആരും. കൊല്ലരുതേ ആരും തമ്മിൽ തമ്മിൽ തല്ലിച്ചാവരുതേ ആരും. ഇതാണ് നമുക്ക് ഭാഷയിലൂടെ, സാഹിത്യത്തിലൂടെ, സർഗാത്മക പ്രവർത്തനത്തിലൂടെ, സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ ലോകത്തോട് പറയാനുള്ളത് അല്ലേ? സുന്ദരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇത് പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മളിവിടെ കൂടിയത് മാതൃഭാഷാ ദിനം ആചരിക്കാനാണ്. അത് മാതൃഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്ത മാഗസിൻ പ്രകാശിപ്പിച്ച് എല്ലാ കുട്ടികളും സ്വയം പ്രകാശനവും നടത്തി ഉദ്ഘാടനം ചെയ്ത പ്രസംഗം നടത്തിയ ശ്രീ ശ്രീജി തരിയല്ലൂരിനെ